ഹേ വാട്സ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തക്കുടു. അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലോഗ്സോട് കുറേ കാലത്ത് നമ്മൾ വരുന്നത് നമ്മൾ എക്സാം ആയതുകൊണ്ട് ജസ്റ്റ് ഗ്രൈൻഡിങ് മാത്രമായിരുന്നു. ഇനി ഇതെന്ന് വീഡിയോസ് ഉണ്ടാവും, മാക്സിമം നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതാ ടി ടിക്കി ഔട്ട് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. 2600 ലെവലാവാൻ ഏകദേശം. അപ്പോൾ ഇവിടെ ഒരു പോർട്ടൽ, ടിക്കി ഔട്ട് പോസ്റ്റിന് പോർട്ടൽ അങ്ങോട്ട് വേഗം പോകാൻ രീതിക്കുള്ള പോർട്ടലുണ്ട്. അത് ഇത്ര 300 NPCനെ കൊന്നതിന് വെച്ചാൽ ആവും. അപ്പോൾ അത് ചെയ്യാൻ പോകുന്നു നമുക്ക്. എവിടെ എവിടെ എവിടെടാ? ആ കണ്ട് സ്പോണാക്കുമാണോ അതിനെ? സൗണ്ട് കട്ടാ ഈഗിൾ എവിടെ? ഈഗിള് ആ കണ്ട് അങ്ങനെ ഇവിടെ ഈ പക്ഷി കണ്ടുണ്ട്. ശരിക്കും ഇത് ബ്ലാക്ക് കളർ, ബ്ലാക്ക് ആവണം. ശരിക്കും ഇത് ബ്ലാക്ക് കളർ, റെഡ് കളർ കത്തണേ. എന്നിട്ട് ഇവിടെ ഉള്ള ഈ ചട്ടി ഇല്ലേ, ഈ ചട്ടി ഉണ്ടോ? കണ്ട് അതൊക്കെ പൊട്ടിച്ചോണ്ടേക്ക. ഈ ചട്ടിയൊക്കെ അത് പൊട്ടിച്ചോണ്ട് നിൽക്കുമ്പോ ചിലപ്പോ ബോസ് പോണോ. ഓലെ കൊല്ലണം. 300 ബോസിനെ കൊല്ലണ്ടി. നല്ല ഡാമേജ് ഉണ്ട്. 1 മില്യൺ ഹെൽത്താണ്. ഇന്നൊന്നും കഴിയൂല. അതിങ്ങനെയാണ്. 2 ലക്ഷം HP ബാക്കിണ്ട് ഇതിന്. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഈ ഒറ്റ ഉപയോഗമല്ലേ? ഈ പോർട്ടൽ ഉപയോഗം മാത്രമേ ഉള്ളൂ. ഇതേ പറന്ന് പോണ് ബോസ്. വൃത്തി. ചാവ് ബോസേ വന്ന്. ബോസ് അരമണിക്കുള്ളിൽ കൊല്ലാം അല്ലേ? അരമണിക്കുള്ളിൽ കൊല്ലാം. അരമണിക്കുള്ളിൽ കൊല്ലാം. കൊന്ന് ഒപ്റ്റൈൻഡ് മോസ്റ്റർ സ്റ്റോൺ, ഫയർ ഫൈറ്റർ, ഹേർട്ട്, യുവൺ ലെവലപ്പ്, ലൈബ്രറി സ്കിൻ എന്തൊക്കെ കിട്ടിയല്ലോ. എന്തൊക്കെ കിട്ടി. ഇവിടെ സിംഗിടി ടീറക്സിന്റെ അടുത്തോ? കണ്ട് അന്നുണ്ട്. ഇത് ഓക്കെ. ബുദ്ധ റിമൂവ് ആക്കി. ഗൈസ് പോർട്ടിലിട്ടി. അത്രേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഇതേമാതിരി സർവോപ്പ് ചെയ്യുക. ഞാൻ ഒന്നും പറഞ്ഞ എല്ലാവർക്കും മാക്സിമം സർവോപ്പ് ചെയ്തിട്ട് ഇതിൽ പോയത് ഇങ്ങോട്ടല്ലേ, അങ്ങോട്ട് ഈ ഒരു മലേൻ്റെ ഭാഗത്തേക്ക് ഒരു വാളൊക്കെ ഉള്ളതല്ലേ. വാളല്ല, ഐസ് ഒളിച്ചിക്ക അങ്ങനെ എന്തോ സാധനം. ഈ ഏരിയക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ കണ്ടപ്പോ ബ്ലാക്ക് കണ്ണ ഇപ്പൊ കണ്ട ബ്ലാക്ക് കണ്ണാണ്. നമ്മളിട്ട് ബോസിനെ കൊന്നു. ഇതില് ഈ 4 കണ്ണിനും ചോപ്പ് വരണം. ഒരു കണ്ണിന് ചോപ്പ് വരുന്നെങ്കിൽ 75 NPCനെ കൊല്ലാം. ഈ ടിക്കി ഔട്ട് പോസ്റ്റിൽ ഏത് NPCനെ 75 ഇട്ടാം. അങ്ങനെ 75 ഇട്ടും കൊല്ലുമ്പോഴാണ് 300 ആവുക. അപ്പോഴാണ് ഇവിടെ 4 കണ്ണ് സ്പോൺ ആവുക. ഈ 4 കണ്ണ് സ്പോൺ ആയതിനു ശേഷം ഈ ചട്ടിയാൾ ഇങ്ങനെ പൊട്ടിച്ച. ഈ ചട്ടിയാൾ ഇങ്ങനെ ഇപ്പൊ പൊട്ടുന്നില്ല, അപ്പൊ പൊട്ടുതരാം. ആ പൊട്ടുമ്പോ ഏതെങ്കിലും ഒന്നിച്ച് അപ്പൊ ബോസ് പോകണം. കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ചോണ്ടേ വെക്കുക. ആ ബോസിനെ അരമണിക്കൂറിലെ ബോസിനെ കൊല്ലം. ഈ ബോസ് ഡീസ്പോൺ ആവും. അങ്ങനെ കൊന്നു കഴിഞ്ഞാലാണ് ഈ ഇതാവുക, ഈ പോർട്ടൽ സ്പോൺ ആവുക. അതിന് വെയിറ്റ് ആയിട്ട് ഇതേമാതിരി ഞങ്ങൾ കാട്ടിയ മാതിരി സർവോപ്പ് ചെയ്യുക. ആ ചോപ്പ് കണ്ട ഇത് കയറുക. കുറച്ച് വേഗം കിട്ടി. ആകെ 5 സർവർ ഓപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കിട്ടി. അങ്ങനെ ചെയ്യാൻ കിട്ടും. അപ്പോൾ മണ്ണ് മൊത്തം ഒഴിഞ്ഞിട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് CBC വന്നിട്ട് ഗൈസ് നമുക്ക് എന്തായാലും നമ്മൾ ഇതെടുത്തീനു. അതാ നമ്മൾ കഴിഞ്ഞ അവസാനം ഡെത്ത് സ്റ്റെപ്പ് എടുത്തീനു. അതിപ്പം ഏകദേശം 20 അടുത്ത്
അതെ ഡെസ്ക് സ്റ്റോപ്പ് അത് ഏകദേശം 400 ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇലക്ട്രിക്കിന്റെ വീറ്റ് എടുക്കാൻ പോണേ. അത് എടുക്കണമെങ്കിൽ 5 മില്യൺ ക്യാഷ് വേണം. അപ്പൊ നമുക്ക് കുറച്ച് CBS ഇത് ക്യാഷ് ഉണ്ടാക്കാം. എന്നിട്ട് വരട്ടോ. അതിന്റെ നമുക്ക് ലെവിയാണ്ട് എടുക്കണം, കിസ്റ്റൂൻ ഐലാൻഡ് പോകണം, കുറെ സംഭവം ചെയ്യാണ്ട്. കുറെ കാലൊന്നും ചെയ്തില്ലല്ലോ ഗൈസ്. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സോഡ് ലെവലാക്കിയ ശേഷം പിന്നെ എടുക്കാൻ വിചാരിച്ച് ഇപ്പൊ നമ്മൾ കിഡ്സൂൻ ഐലാൻഡ് അപ്പാൻ പോവാണ്. അതിന് ആദ്യം ഫുൾ മൂണുള്ള സാധനം കിട്ടണം. എവിടെ ചോടെ ഇതിന്റെ മുകളിൽ കയറി. ഇതിന്റെ മുകളിൽ അതിന്റെ ഓക്കെ ഓക്കെ. കേറി. നീ നീ ചെറുതായിട്ട് ഗ്രാഫിക്സ് കുറച്ച് ഗ്രാഫിക്സ് ഫുള്ള് കുറച്ചിടാം. ഇത് ഫുൾ മൂന്ന് കണ്ടുപിടിച്ച ഐഡിയ ആണ്. കുറച്ച് ഫുള്ള് കുറച്ചിട്ട് ഫുള്ള് കുറച്ച് ഒറ്റ കട്ടുള്ളൂ. ഇനി ഒറ്റ കട്ട എല്ലാ ബാക്കി ബാക്കിയില്ലേ? ഒരു 8 ബാക്കിണ്ട്. ആ ഡയറക്ഷനില് സ്ക്രീൻ ഫുള്ള് ചെറുതാക്കിങ്ങനെ അങ്ങനെ വലുതാക്കി വെക്കൂലേ? അങ്ങനെ ആക്കി. ഓക്കെ. എന്നിട്ടിങ്ങനെ കുറച്ച് മുകളിലോട്ട് അത്ര ചാടി. അപ്പൊ അടിയിലൊന്നും കാണുന്നില്ലല്ലോ. അടിയില് ഇല്ല. ഒരു ചെറിയ മൂന്നെന്തോ കാണുന്നുണ്ട്. അത് ഹാഫ് ആണല്ലേ? ഫുൾ ആവണം. കഴിഞ്ഞ മൂന്ന് കഴിഞ്ഞാല് ഫുൾ മൂൺ ഇതിപ്പോ നീ നാല് കഴിഞ്ഞാല് ടെററിന് ഫുൾ മൂൺ വരും. ഇത് ഇനി ഇത് കാലായി പിന്നെ കഴിഞ്ഞ് പിന്നെ ഫുൾ ആണല്ലേ? ഏത് ഈ മൂണില്ലേ? ഇത് തല കുത്തനെ വന്നു കഴിഞ്ഞാലാണ് അടുത്തത് ഫുൾ മൂൺ. ഓക്കെ. ഈ സർവർ കിട്ടിയെന്ന് പറഞ്ഞു നോക്കട്ടെ കേട്ടോ. ഫുൾ മൂൺ അവിടെ 3 കാണില്ലല്ലോ. 3 ഒന്നുമേ പൊന്തിയോട്ടെ ചോദിച്ചോക്കെ. എനിക്ക് അടി 3 കാണില്ല. ആകാശത്തല്ലേ? സൗണ്ട് കട്ടാ. അതിന് ശേഷം ഫുൾ മൂൺ ആയല്ലേ? ഓക്കെ. അടിയുള്ള 3 മേലെ എത്തണല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ തലകുത്തനാ. കണ്ട. ഓക്കെ. അതും കാലുഭാഗം തന്നെ അല്ലേ? മുക്കാഭാഗം 3 അല്ലേ? കുറച്ച് വിട്ടായി കണ്ടല്ലേ? അതിന് നേരെ വന്നിട്ട് ഫുൾ മൂണായി വരും. ഓക്കെ, മനസ്സിലായി. പോവാ. ബൗണ്ടി ഹണ്ടേഴ്സ് ആണ് സീന്. തളരില്ല. എവിടെ TK പോണല്ലേ? TK ഔട്ട് പോസ്റ്റ് പോണല്ലേ? ഇപ്പൊ വാട്ടർ കോൺഫ് ആണ്. ഇനി മാറ്റണം. ക്യാഷ് വേണം. ഞാൻ തൽക്കാലത്തിന് വാട്ടർ കോൺഫ് ഇട്ട് വെച്ചേക്ക. അതൊക്കെ അഞ്ചെടുത്തില്ലേ? ഇപ്പൊ വാട്ടർ സൈഡ് എടുത്തില്ലേ? ഇലക്ട്രിക് വാട്ടർ കോൺഫ്. ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് സീവന്റിനെ അടുക്ക് പോയിട്ട് ഇങ്ങനെ എന്ത് സൗണ്ട് കട്ടാ? കേട്ടില്ല. സീവന്റില് നടുക്ക് എത്ര ഇപ്പൊ ഇറങ്ങാ? വേറെ റിസ്ക് എടുക്കണ്ട. അഥവാ CBS വന്നാ കൊല്ലും ചെയ്യാലോ. ക്യാഷ് ആയല്ലോ. സ്പോണായി. അല്ലോ വേറെ ആരും ഉണ്ടടാ? കേറി ഇപ്പോടെ. ഓക്കെ. ഏതാ വ്യൂ നോക്കടാ. 3 നോക്ക്. അല്ലേ ഈ ഡാർക്ക് ഇതൊന്നും കാണില്ലല്ലോ ഇപ്പൊ. ഇതിപ്പോ എങ്ങനെ കിഡ്സ് കണ്ടുപിടിച്ചാ?
ചേന്റെ ഒറ്റ സ്പോണാക്കില്ല ഞാൻ പോവാണ്ടിരിക്കും. ഓ ഞങ്ങക്ക് നമുക്ക് കാണില്ലല്ലോ. എനിക്ക് കാണുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ മറ്റേ ഇതുണ്ട് സ്കാർഫ്. കണ്ട് 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 കണ്ട്. അവിടെ ഹാക്കറാണ്. അല്ല പണി പാളോ. ഫോണൊക്കെ ഹാക്കറാണ്. നീ ഇറങ്ങിയിട്ട് ബുദ്ധട് ഇറങ്ങിയിട്ട് അന്റെ ചുറ്റിന് എപ്പോഴും ഒരു സാധനം ഉണ്ട്. ഒരു ഓർമ്മിതാ എന്നിട്ട് എവിടെ ഉണ്ട് എന്റെ അടുത്തേക്ക് നോക്കി. ഈ നീല ആ നീല തന്നെ അതിനെടുക്കുക. എടുത്തൊന്നും ഉണ്ടാവും. അതെടുക്കാൻ പറ്റില്ല. വേറെ അവിടേക്ക് പോലെ അതിലെങ്ങനെ കുറച്ച് ദൂരത്തെ നിൽക്കുന്ന കാണും. ഈ നീലല്ലേ? ഇങ്ങോട്ടേക്ക് കണ്ട് കണ്ട് ഈ സാധനം ഇത് കിട്ടണില്ലല്ലോ. ഒന്നിട്ടി രണ്ടിട്ടി 25 അത് കിട്ടി. ബുദ്ധോന്റെ ഒരു ഉപയോഗേ. ഇനി സ്പോണാവില്ല. സ്പോണാവ് ഓക്കെ. സ്പോണാവത്തെ സ്പോണായി. കയ്യിലുണ്ടാവൂലേ? 15 കയ്യില് നിക്കൂലടാ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തും എന്റെ കളക്ടർക്ക് ഇപ്പൊ ഏകദേശം 17 ഉണ്ട് കയ്യില്. കിഡ്സുനി ഷൈർ ഓക്കെ. സബ്മിറ്റ് ചെയ്തു. ടൈൽഡ് ബീസ്റ്റ് കിഡ്സും ഷെയർ റിവാർഡ്സ് യു. എന്ത് കിട്ടിയോ എനിക്ക് കാണില്ല. അപ്പൊ ഇനി ഇങ്ങനെ ചെയ്തോണ്ടേക്കല്ലേ കൊറേ എണ്ണം. അപ്പൊ ഇതിങ്ങനെ വേറെ സർവറിൽ ഇങ്ങനെ കാട്ടിയാ മതിയല്ലേ? അപ്പൊ ഗൈസ് നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാല് ഇതേമാതിരി ഇങ്ങനെ ഓരോരോ സർവറിൽ ഇങ്ങനെ സർവോപ്പ് ചെയ്ത് കയറുക. എന്നിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യാം. 15 സ്പിൻ ചെയ്യാൻ പോലെ സ്പിൻ ചെയ്യാം. അപ്പൊ ഒരു 15 20 25 30 ഇങ്ങനെ സ്പിൻ ചെയ്യാം. കറക്റ്റ് കണക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ പോകും. ഇപ്പൊ 20 ഉണ്ട് ചോളി ഓരോ കൊടുത്തു കഴിഞ്ഞാൽ 20 പോകും. അങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം 100 സർവോപ്പ് ചെയ്തിട്ട് ഒറ്റ ഇറക്കിയാൽ മതി. അപ്പോൾ അത്യാവശ്യം കൂടെ കിട്ടിക്കോളും. ഇത് എന്ത് കിട്ടുക നമുക്ക് സോഡ് കിട്ടും. ഒരു ബാക്കിൽ ഒരു റിബമായി സാധനം കിട്ടും. പിന്നെ ഫ്രൂട്ട് കിട്ടും പറഞ്ഞേക്കാൻ എനിക്ക് ഉറപ്പില്ല, അറിയില്ല. പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഞാൻ യൂട്യൂബിൽ നോക്കിയില്ല. അങ്ങനെ ഓരോ സംഭവങ്ങൾ കിട്ടും. ഞാൻ ആ സോഡും ഇതും കാണിച്ചുതരാം. മാക്കിനെ എൻ്റെ കാണിച്ചുതരാം. കണ്ട് 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 അതാണ് ബേസിക് ആയിട്ട് കിട്ടുന്ന സാധനം. ഓക്കെ. കൊറേ സാധനം കിട്ടും. ഈ സാധനം വെച്ച് രാത്രി കിടക്കുമ്പോ സൗണ്ട് കട്ട നമ്മള് രാത്രി കിടക്കുമ്പോ അത് 50% കുറച്ച് കിട്ടും ഈ രാത്രി. നമുക്ക് വേഗം കാണാൻ പറ്റും. വിസിബിലിറ്റി കൂടും അല്ലേ? പിന്നെ കിട്ടാൻ സോഡാണ്. ഓക്കെ സോഡ്. കിഡിലെ സോഡാണല്ലോ. നല്ല പവറുള്ള സാധനല്ലേ? അപ്പൊ സെറ്റ് ആക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ് ചെയ്യുക. പിന്നെ കൂടെ കളിക്കാൻ താല്പര്യമുള്ളവര് DC കയറിക്കോ. DC ഗിവ് അവേ ഉണ്ടാവും നമുക്ക്. ഞാൻ ഈ എക്സാം കഴിഞ്ഞ് തന്നെ VC വരും. ഇപ്പൊ VC വരില്ല. എക്സാം കഴിഞ്ഞ് തന്നെ VC വരും. നമുക്ക് ഒന്നിച്ച് കളിച്ച് സെറ്റ് ആക്കാം ഗൈസ്. അപ്പോൾ ബൈ ബൈ.